അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പലപ്പോഴും രക്ഷിതാക്കൾ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ എന്തുകൊണ്ട് കുട്ടിയെ ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നമ്മളുടെ ഒരു നീഡ് എന്താണെന്നുള്ളത്. നമ്മളൊരു ഡേ സ്കൂളിൽ പോകുന്നതും റെസിഡൻഷ്യൽ സ്കൂളിൽ പോകുന്നതും പിന്നെ നമ്മളുടെ കുട്ടിക്ക് ആവശ്യമുള്ളത് എന്താണോ അതനുസരിച്ചാണ് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സ്കൂൾ വേണം തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ഒന്നെന്ന് വെച്ചാൽ ഒരു മാനേജിങ് സെൽഫ് എന്നുള്ള ഒരു ക്വാളിറ്റിയാണ്. അഥവാ നമുക്ക് നമ്മളുടെ കാര്യങ്ങളെല്ലാം പിന്നെ കുറച്ചൊരു ചെറിയൊരു അഡോളസൻസ് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാനും ഒരു ഓവർ ഡിപ്പെൻഡൻസി നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഇൻഡിപെൻഡൻസിലേക്ക് നമുക്ക് നമ്മളെ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റെസിഡൻഷ്യൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ഷെഡ്യൂൾ ഉണ്ടാവും, ഒരു ഡെയിലി ഷെഡ്യൂൾ, അത് ആ റുട്ടീൻ അനുസരിച്ചായിരിക്കും പോകുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ രാവിലെ എണീക്കുന്നത്, രാത്രി ഉറങ്ങുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം ഒരു കറക്റ്റ് ഷെഡ്യൂളിലായിരിക്കും. അപ്പോൾ ആ ഷെഡ്യൂൾ ശീലിച്ച് നമുക്ക് ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. മൂന്നാമത് പിന്നെ മറ്റ് ഒരു ഡേ സ്കൂളിനെ അപേക്ഷിച്ച് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരിക്കും കുറേ കൂടി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം റെസിഡൻഷ്യൽ സ്കൂളിൽ പൊതുവേ നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ ലിമിറ്റഡ് ആയിരിക്കും മൊബൈലിലേക്കുള്ള ആക്സസ്. അതേപോലെ തന്നെ മറ്റ് സിനിമ, TV, ഓവറായിട്ടുള്ള അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക, ഗെയിമിങ്, ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം ഒരു ഫ്രീ ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലായതുകൊണ്ട് തന്നെ ബ്രെയിന് അത്തരം ഒരു അഡിക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓവർ പിന്നെ ഒരു ബ്രെയിൻ സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന അങ്ങനത്തെ സാധനങ്ങളിലേക്കൊക്കെ പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ ബ്രെയിൻ എപ്പോഴും അത്തരം സംഗതികളിൽ നിന്നെല്ലാം ഫ്രീ ആയിട്ടിരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നല്ലൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ബ്രെയിനിന് അത്തരം സംഗതികളിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതേസമയം അതിനെല്ലാം ഒരു പോസിറ്റീവ് തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും പറ്റുന്നൊരു സമയമായിരിക്കും റെസിഡൻഷ്യൽ സ്കൂളിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. നാലാമത്തത് നമുക്കൊരു എക്സ്റ്റെൻഡ് അക്കാദമിക് സപ്പോർട്ട്. സ്വാഭാവികമായിട്ട് റെസിഡൻഷ്യൽ സ്കൂളിൽ അവിടെ തന്നെ താമസിച്ച് പഠിക്കുമ്പോൾ നമുക്ക് സാധാരണ സ്കൂളിനേക്കാളും നമുക്ക് ഏർലി മോർണിംഗ് അവേഴ്സും അതേപോലെ തന്നെ ലേറ്റ് ഈവനിങ് അവേഴ്സും നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ പൊതുവേ റെസിഡൻഷ്യൽ സ്കൂളിൽ നമുക്ക് മോറൽ വാല്യൂസിൻ്റെ ഒരു അഡീഷണൽ സെഷൻസ് ഉണ്ടാവും. അപ്പോൾ രാവിലെ അങ്ങനത്തെ സെഷൻസ് കിട്ടും, അതിൻ്റെ അധ്യാപകരുണ്ടാവും, അവരുടെ ഒരു മെൻറ്റർ സപ്പോർട്ട് കിട്ടും. അപ്പോൾ നമ്മളുടെ ഒരു മോറൽ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൽ അത്തരം മോറൽ അധ്യാപകരുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു മെൻറ്ററിങ് നമുക്ക് കിട്ടും. മറ്റൊന്ന് നമുക്കൊരു എക്സ്റ്റെൻഡ് മറ്റ് അക്കാദമിക്സിലും നമുക്ക് ഈ ലേറ്റ് നൈറ്റിൽ അതേപോലെ തന്നെ ഏർലി മോർണിംഗിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അധ്യാപകരുടെ ഒരു അവൈലബിലിറ്റി ഉണ്ടാവും. അതിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കിട്ടാനൊക്കെ ഇത് പിന്നെ ഒരു കാരണം, ഒരു അഡ്വാൻറ്റേജാണ് റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ. പിന്നുള്ളത് നമുക്കൊരു ഡൈവേഴ്സിറ്റിയിലേക്കുള്ളൊരു എക്സ്പോഷർ റെസിഡൻഷ്യൽ സ്കൂളിൽ എല്ലായിടത്തും കിട്ടുന്ന ഒന്നാണ്. അഥവാ റെസിഡൻഷ്യൽ സ്കൂളിൽ പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ചൊരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അവർക്കിടയിൽ പലരും പല ബാക്ക്ഗ്രൗണ്ട്, പല ക്യാരക്ടർ, അപ്പോൾ അതിനോടൊക്കെ നമ്മൾ ഒരു അഡോളസൻസ് ഏജിൽ തന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുള്ള ആളുകൾ, അപ്പോൾ എനിക്ക് പറ്റാത്തതുണ്ടാവും. അപ്പോൾ അതിനോടൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്ത് പഠിക്കുകയാണ്, ആളുകളുമായി സോഷ്യലൈസ് ചെയ്ത് പഠിക്കുക, ടോളറേറ്റ് ചെയ്ത് പഠിക്കുക, സാക്രിഫൈസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ നമുക്കൊരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഡെവലപ്മെൻറ്റ് നന്നായി നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും നമ്മളൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ കുട്ടിക്ക് നമ്മളിപ്പോൾ ഒരു അക്കാദമിക് ഇയർ എൻഡ് ചെയ്യാൻ പോകുന്നു, അപ്പോൾ ഒരു സ്കൂളിൽ മാറുന്നവരുണ്ടാവും, പുതിയത് ചേർക്കുന്നവരുണ്ടാവും, ഒക്കെ നമ്മൾ അത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു നീഡിലേക്ക് അത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഏത് വേണം എന്നുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മളൊരു കമ്പയർ ചെയ്യുമ്പോൾ, ഒരു ഡേ സ്കൂളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെസിഡൻഷ്യൽ സ്കൂൾ നമുക്ക് തരുന്ന അഡ്വാൻറ്റേജസ് ഇത്രയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.